ഷാഹിദ് ഗെട്ല മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ സാന്നിധ്യത്തിലാണ് നിർമ്മല BJP അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാഗർ ജില്ലയിലെ 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചത് ബിനയിൽ മാത്രമായിരുന്നു. വ്യക്തമായ അജണ്ട ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന് നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയില്ലെന്നാണ് നിർമ്മല സാമ്രെ വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാഗർ ജില്ലയിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലം ബീനയായിരുന്നു. കഴിഞ്ഞ 6 മാസമായി ബീന മണ്ഡലത്തിന്റെ വികസനത്തിനായി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പിന്തുണയുമില്ല എന്ന് ബീന വ്യക്തമാക്കി. പ്രതിപക്ഷ അംഗമായിരുന്നിട്ട് കൂടി സർക്കാർ അനുഭവ നിലപാടാണ് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ വികസനം എന്ന അജണ്ട BJPക്കുള്ളത് കൊണ്ടാണ് ഞാൻ BJPയിലേക്ക് പോകുന്നത്. എന്നാൽ കോൺഗ്രസിന് ഒരു കാര്യത്തിലും വ്യക്തമായ അജണ്ടയില്ല. മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയ ഘട്ടത്തിൽ ജനങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ ഞാൻ നൽകിയിരുന്നു. അതൊക്കെ നടപ്പിലാക്കി തുടങ്ങിയതിനെതിരെക്കുറിച്ച് കോൺഗ്രസ് യോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ ആർക്കും ഒരു താല്പര്യം കാണുന്നില്ല. വികസനത്തിലൂന്നിയ ഭരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി മോഹൻ യാദവും കാഴ്ചവെക്കുന്നത്. അതിൽ നിന്ന് ബീന മണ്ഡലം മാത്രം എന്തിനും മാറി നിൽക്കണം എന്ന് നിർമ്മല ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മധ്യപ്രദേശിൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുന്ന 3ാമത്തെ MLA ആണ് നിർമ്മല. മാർച്ച് 29 കമലേഷ് ഷായും 30 രാംനിവാസ് റാവത്തും BJPയിൽ ചേർന്നിരുന്നു. ഇങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.